ഹലോ നമ്മളൊന്ന് പുതിയ വീട്ടിൽ അമ്മോടെല്ലാം കണ്ടു കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന വീഡിയോ കാണാം കേട്ടോ. പഠിപ്പിച്ച ദൈവം, ആ ദൈവത്തിന്റെ കഥകൾ കേട്ടാണ് ആ രാജകുമാരനും വളർന്നത്. തന്റെ സ്വപ്നങ്ങളുടെ കോണിൽ നിന്നും നമ്മുടെ ദൈവം ഒരിക്കൽ നേടിയ വിശ്വകിരീടത്തിന്റെ ഓർമ്മകൾ അവൻ കുറിച്ചു വെച്ചു. എന്നാൽ അവന്റെ ബാല്യം രോഗപീഠകളുടേതായിരുന്നു. വിധിയോട് പോലും പോരാടി തനിക്ക് കിട്ടിയ അവസരങ്ങളിലെല്ലാം അവൻ കാൽപന്ത് കളിയിലെ തന്റെ മികവ് പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അവൻ അടിത്തടവ് പഠിപ്പിക്കുന്നതിനായി നമ്മുടെ അടുത്ത വൻകരയിലെ സ്പെയിനിലേക്ക് അയച്ചു. അവിടെ അവനൊരു പ്രതിഭാസമായി വളർന്നു. സ്പെയിൻ അവനായി ഫുട്ബോൾ യുവരാജാവിന്റെ ചെങ്കോൽ വെച്ചു നീട്ടാൻ നിർബന്ധിതരായി. പക്ഷേ മാതൃരാജ്യത്തോടുള്ള അവന്റെ സ്നേഹം നിർമ്മമായതിനാൽ അവനത് സ്നേഹപൂർവ്വം നിരസിച്ചു. അങ്ങനെ വിശ്വയുദ്ധങ്ങളിൽ അവൻ നമ്മുടെ അർജന്റീനക്കായി പച്ചപ്പട്ടയായിരുന്നു. അവിടെയും അവന് നേരിടേണ്ടി വന്നത് പരാജയങ്ങൾ മാത്രമായിരുന്നു. ചിലപ്പോഴൊക്കെ മൈതാനത്തെ പുൽനാമ്പുകൾക്ക് പോലും അവന്റെ കണ്ണീർ ഏറ്റുവാങ്ങേണ്ടി വന്നു. ഒരിക്കൽ അവൻ വിശ്വവിജയത്തിനടുത്തെത്തിയെങ്കിലും വിധി അവനെതിരെയായിരുന്നു. അപ്പോഴേക്കും അവൻ നമ്മുടെ രാജാവായി അവരോധിക്കപ്പെട്ടിരുന്നു. പക്ഷേ ലോക കിരീടമെന്ന അശ്വമേധത്തിലെ വിജയം മാത്രം അവനെ വിട്ടകന്നു. ഒരിക്കൽ നിരാശഭാരത്താൽ അവൻ ആയുധം ഉപേക്ഷിക്കാൻ കഴിഞ്ഞു. എന്നാൽ ലോകജനതയുടെ നിലവിളികൾക്ക് മുന്നിൽ അവന് കീഴടങ്ങേണ്ടി വന്നു. ലോകത്തിന് അവനോടും അതിലൂടെ ഫുട്ബോളിനോടുമുള്ള അഭിനിവേശം അവൻ തിരിച്ചറിഞ്ഞു. അവൻ തിരിച്ചു വരിക തന്നെ ചെയ്തു, കൂടുതൽ കരുത്തനായി, കൂടുതൽ കരളുറപ്പോടെ. കാരണം അവൻ അപ്പോഴേക്കും ഫുട്ബോൾ ലോകത്തിന്റെ മിശിഹായി കഴിഞ്ഞിരുന്നു. അപ്പോഴും ചില ചെന്നായികൾ അവനെ നോക്കി ഓരിയിട്ട് കൊണ്ടേയിരുന്നു. എന്നാൽ അവൻ ശാന്തതയുടെ പര്യായമായി നിലകൊണ്ടു. തികച്ചും അക്ഷോഭ്യനായി അയാൾ പരിഹാസങ്ങളെ നേരിട്ടു. വിമർശകർക്കുള്ള മറുപടിയായി അവൻ പടക്കളത്തിൽ തന്റെ ഇടം കാൽ കൊണ്ട് കവിതകൾ രചിച്ചു. ലോകത്തെ എല്ലാ അംഗീകാരങ്ങളും അവനെ തേടിയെത്തി, അതും പലതവണ. പക്ഷേ ലോക കിരീടം മാത്രം കിട്ടാക്കനിയായി അവശേഷിച്ചു. അങ്ങനെ ഒരിക്കൽ നർത്തകരായ മഞ്ഞപ്പടയുടെ പെരുമയെ അവരുടെ നാട്ടിൽ ചെന്ന് വെല്ലുവിളിച്ച് കീഴടക്കി. ബ്രസീലിന്റെ കണ്ണീർ വീണ മണ്ണിൽ വെച്ച് അവൻ ആദ്യമായി തന്റെ വൻകരയുടെ അധിപനായി കിരീടം നേടി. തീർന്നില്ല, ഇനിയാണ് അവന്റെ ജീവിതത്തിലെ തങ്കലിപികളല്ല എഴുതപ്പെടേണ്ട അധ്യായം തുടങ്ങുന്നത്. പിന്നീട് അങ്ങോട്ട് കാലാകാലങ്ങളായി പാണർ ഇപ്പോഴും പാടി നടക്കുന്ന വീരകഥ. വീണ്ടും ഒരു ലോകമഹായുദ്ധം. അറേബ്യൻ മരുഭൂമിയിലെ ഖത്തറിന്റെ മണ്ണിൽ വെച്ചുള്ള അംഗത്തിന് തീയതിയും മുഹൂർത്തവും